നിങ്ങളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ലെയറിനെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് ഈ എഫക്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ അതിനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോ. സോ ദിസ് ഈസ് ഡേ 2 ഓഫ് 30 days ഓഫ് ഫോട്ടോഷോപ്പ് ഫോർ ബിഗിനേഴ്സ്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 2 ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ സർക്കിളും ഒരു റെഡ് സർക്കിളും. രണ്ടും നോർമൽ ലേയേഴ്സ് ആണ്. ബ്ലൂ സർക്കിളിലുള്ള ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവെർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. ഞാൻ ലെയർ 1 സെലക്ട് ചെയ്തു, ഫിൽറ്റർ, ബ്ലർ, ഒരു ഗോഷൻ ബ്ലർ ആഡ് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. സെയിം സാധനം ബ്ലൂ സർക്കിളിലും കൊടുക്കാൻ പോവുകയാണ്. ഫിൽറ്റർ, ബ്ലർ, ഗോഷൻ ബ്ലർ. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നോർമൽ ലെയറിൽ, അതായത് റെഡ് സർക്കിളിന്റെ ലെയറിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അതേ ടൈമിൽ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ബ്ലൂ സർക്കിളിന്റെ ലെയറിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എപ്പോൾ വേണോ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഏതൊരു ഫിൽറ്റർ ഇട്ടാലും സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ടിപ്പാണ്, യൂസ്ഫുൾ ആയിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടിപ്പാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഒരുപാട് ഉപകാരപ്പെടും. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ ആൻഡ് പേജും കൂടെ ഫോളോ ചെയ്യും. ബൈ.